സംഭവം സുരേന്ദ്രൻ മുതലാളി തരുമെന്ന് എനിക്കറിയാം. ആളിത്തിരി ദേശീയക്കാരനാണെങ്കിൽ ഒന്ന് പൊക്കി വെച്ചു കൊടുത്താൽ ഇനി എത്ര ലക്ഷം വേണമെങ്കിലും തരും. അതെ, പിന്നെ അപ്പം ഇനി എപ്പോഴാണ് ബാക്കി ഇടപാടൊക്കെ? അതിനകത്ത് വേറൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത്? അതെ, അയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ചെക്ക് കൊടുത്താലേ അയാൾ പൈസ എടുത്തോളൂ. അതിനിപ്പോൾ എന്തോ ഒരു മാർഗം. ഇപ്പോൾ കുഴയുമല്ലോ. എന്ത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ചെക്ക് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നിനക്ക് സർക്കാർ ജോലി ഇല്ല, എനിക്ക് സർക്കാർ ജോലി ഇല്ല, പിന്നെ എന്ത് ചെയ്യും? എടേ, നിന്റെ രണ്ട് അളിയന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലേ? ആ വഴിക്ക് ഒരു ചെക്ക് മേടിക്കണം. രണ്ട് അളിഞ്ഞ അളിയന്മാരുള്ളതുകൊണ്ട് പിന്നെ ഇപ്പം ചെന്ന് പറഞ്ഞാൽ മതി, എല്ലാം നടക്കും. ഈ ചുമ്മാ മനസ്സിലായത്. ഇതിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ ചെയ്യണ കച്ചവടത്തിൽ നമുക്ക് രണ്ടുപേർക്കും ആണല്ലോ ലാഭം, വേറെ ആരും ഇല്ലല്ലോ. ഇല്ല. അപ്പം നിനക്കും വേണമെങ്കിൽ ഒന്ന് വിചാരിക്കാമല്ലോ ഒരു ചെക്ക് ഒപ്പിക്കാൻ. നീ ഒന്ന് പോടെ ചുമ്മാതെ. ഞാൻ വിചാരിച്ച എനിക്ക് ആരാടെ ചെക്ക് തരുന്നത്? എല്ലാം വരുമ്പോൾ എൻ്റെ മണ്ടയ്ക്ക് അങ്ങ് വെച്ചോണം. ഇതിപ്പോൾ എന്താ ചെയ്യും? എടേ, ഒരു മാർഗ്ഗമേ ഉള്ളൂ ഇതിനകത്ത്. ഞാൻ നോക്കിയിട്ട് ഈ ഡീല് കഴിഞ്ഞ് നമ്മുടെ ഈ ലക്ഷക്കണക്കിന് രൂപ വരുന്നതാണ്. ഇതൊരു ചാൻസ് ആണോ, നമ്മൾ ഒരു കാരണവശാലും കളയരുത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം കനകനോട് ചെന്ന് ചോദിച്ചാൽ അവൻ തരുമോ? എടെ, കനകൻ്റെ അടുത്ത് ചോദിച്ചാൽ നിനക്ക് ചെക്ക് തരത്തില്ല. അതേ നൈസ് ക്വാളിറ്റിയിൽ കനകൻ്റെ ഒരു ചെക്കിങ് അടിച്ചു മാറ്റ്. നീ എന്നെ ഗോതമ്പുണ്ട തീറ്റിക്കോ? എന്തോത്തിന്? അതൊക്കെ ഭയങ്കര കുഴപ്പമാണ്. എൻ്റെ അളിയാ, ഒരു പ്രശ്നവുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീല് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. അപ്പോൾ തന്നെ നമ്മൾ സുരേന്ദ്രൻ മുതലാളിയെ സെറ്റിൽ ചെയ്യുന്നു, നമ്മൾ ചെക്കിങ് തിരിച്ചു മേടിക്കും. പിന്നെ എന്തുകൊണ്ട് പേടിക്കാൻ? എന്നാലും ചെക്ക് എടുക്കാം. പക്ഷെ പിന്നെ കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? അവൻ്റെ ഒപ്പിടണ്ടേ ചെക്കിൽ? എന്തുകൂടെ അണ്ണാൻ കുഞ്ഞിനെ മരങ്കേറ്റം പഠിപ്പിക്കണോ? അണ്ണാൻ കുഞ്ഞിനെ മരങ്കേറ്റം പഠിപ്പിക്കണോ? മനസ്സിലായില്ല. എടേ, റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് വരെ സ്വന്തമായിട്ട് ഇടാൻ കഴിവുള്ള ക്ലീറ്റസിനെ പഠിപ്പിക്കണം ഞാനിത്, കനകാൻ്റെ ഒപ്പിടാൻ. ഇല്ല. അപ്പൊ പിന്നെ ആ വഴിക്ക് തന്നെ നീങ്ങല്ലേ? അളിയാ, അതേ നടക്കൂ. നീ ആ വഴിക്ക് ചിന്തിക്കൂ. ശരി, അങ്ങനെ ആവട്ടെ. ഏട്ടനെ എടുക്കണില്ലേ? അത് പിന്നെ അമ്മയും കൊണ്ട് ആശുപത്രി പോയത്, അതായിരിക്കും എടുക്കാത്തെ. ശരി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. തവളയുടെ നടുക്ക് എന്തുവാ? നീ ചേച്ചി പോയേ. അറിഞ്ഞൂടെ തോറ്റല്ലേ. തലവേദന എടുത്തിട്ട് വയ്യ മോളെ, നീ കളിക്കല്ലേ. എന്തോ ആവിയം കുടിക്കാം. ഇതിന് പുതപ്പെടുത്തേടി. അതൊന്നും വേണ്ട. പിന്നെ വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞ പോലെ അല്ലേ? വേണ്ട. ക്ലീറ്റോൻ എന്താന്ന് ആവി പിടിച്ചാല് എന്താ ഇട്ടേക്കണ ഇതില്? അതിനകത്ത് തുളസിയും വിക്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. നീ പോയി കുളിക്ക് പോ. നല്ലോണം മൂക്കിൽ കൊള്ളണം, കപ്പൊക്കെ കൂടെ ഇളകി പോനാ. അങ്ങോട്ട് വെച്ചേ മുഖം. നീ ചൂടെടുക്കണെന്ന് പറഞ്ഞു കളിക്കല്ലേ. പൊള്ളും. പൊള്ളും. മുഖം അങ്ങോട്ട് വെക്കാൻ. ഞാൻ വെച്ചോളാം. ഇല്ല, വെക്കൂല നിങ്ങൾ. ഞാൻ വെക്കാന്ന്. നിങ്ങൾക്ക് എന്താ ഇത്ര പേടി? അത് എരിയുന്നത് തങ്കം. കൊല്ലാനല്ലേ ആവി പിടിക്കാനല്ലേ? വെക്കണോട്ടാ. നീ പോയിക്കേ, കുളിപ്പിക്കാം. അയ്യോ, ഇപ്പൊ കുളിക്കണോ? വേണം, അമ്മയ്ക്കും കുളിക്കണം. പിടിക്കണ്ട. എടെ, കനകൻ്റെ അടുത്ത് ചോദിച്ചാൽ നിനക്ക് ചെക്ക് തരത്തില്ല. നൈസ് ക്വാളിറ്റിയിൽ കനകൻ്റെ ഒരു ചെക്കിങ് അടിച്ചു മാറ്റ്.